കേരളത്തിൽ നിന്നും IIM ബോധ്ഗയയിൽ ബൈ എയർ എത്തിപ്പെടാനാണെങ്കിൽ യു ഹാവ് 3 ഓപ്ഷൻസ്. ഒന്ന്, ബോധ്ഗയ ഹാസ് എൻ ഇന്റർനാഷണൽ എയർപോർട്ട്, പക്ഷെ വളരെ ലിമിറ്റഡ് സർവീസസ് ആണുള്ളത്. അല്ലാതെ യുവർ 2 മെയിൻ ഓപ്ഷൻസ് വുഡ് ബി പട്ന എയർപോർട്ട് അല്ലെങ്കിൽ ഗയ എയർപോർട്ട്. ഇപ്പോൾ നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഗയയാണ്. ദാറ്റ് ഈസ് ജസ്റ്റ് 7 kilometers ഫ്രം ദി IIM ബോധ്ഗയ ക്യാമ്പസ്. പട്ന ഇസ് അറൌണ്ട് 135 kilometers ഫ്രം ദി ക്യാമ്പസ്. അപ്പോൾ യു ക്യാൻ ഹാവ് കണക്ഷൻ ഫ്ലൈറ്റ്സ് ഐദർ ഡയറക്ട്ലി ടു ഗയ അല്ലെങ്കിൽ പട്ന. ആൻഡ് പട്നയിൽ നിന്ന് വീണ്ടും യു വിൽ ഹാവ് ടു ട്രാവൽ ബൈ ട്രെയിൻ ഓർ ബസ് ടു റീച്ച് ദി IIM ബോധ്ഗയ ക്യാമ്പസ്. കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗം വഴിയാണെങ്കിൽ ദി ജേർണി വുഡ് ബി ക്ലോസ് ടു അറൌണ്ട് 2 days. ആൻഡ് അവിടുന്ന് ഗയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും IIM ക്യാമ്പസിലേക്ക് ഏകദേശം 17 kilometer ദൂരമാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു ന്യൂ ജനറേഷൻ IIM-നെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. IIM ബോധ്ഗയ. ബോധ്ഗയ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ബുദ്ധന്റെ നാടായ അല്ലെങ്കിൽ ദ ലാൻഡ് ഓഫ് എൻലൈറ്റൻമെന്റ് ആയ ബോധ്ഗയയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ IIM Bodhgaya borrows heavily or is influenced heavily by the cultural elements found in Buddhism. അത് IIM Bodhgayന്റെ ഒരു സ്റ്റുഡൻസിന്റെ ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു മെന്റൽ വെൽബീയിങ്ങിന്റെ അപ്രോച്ചിലൂടെ അവര് ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ലൈക്ക് ഹൗ ബുദ്ധിസം ഓർ ദി ലാൻഡ് ഓഫ് ബുദ്ധ എഫക്ട്സ് IIM ബോധ്ഗയന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും സ്റ്റുഡൻസിന്റെ വെൽബീയിങ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IIM ബോധ്ഗയ ഇസ് എ ന്യൂ ജനറേഷൻ IIM and it was set up in 2015. And like every other IIM Bodhgaya also has international collaboration with 14 institutes across the world. And faculty പറ്റി പറയുകയാണെങ്കിലും they have a world class faculty with numerous publications. അതായത് ABDC and Scopus listed journals publications of world renowned faculty ഉണ്ട്. They also have an extensive system of corporate partnership. And they also have this mindfulness center, അതായത് സമത്വം. ഈ സമത്വം എന്ന് പറയുന്ന ഈ ഒരു മൈൻഡ്ഫുൾനെസ് സെന്ററിലൂടെയാണ് ഈ ഒരു ബോധ്ഗയ ഓർ ഈ ഒരു ലാൻഡ് ഓഫ് എൻലൈറ്റൻമെന്റ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് IIM ബോധ്ഗയന്റെ ഒരു approach towards students well-being എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ മൈൻഡ്ഫുൾനെസ് സെന്റർ ആൻഡ് ഇറ്റ് ഇസ് ഓപ്പൺ ടു ഓൾ. അപ്പോ ഇത് ദേ പ്രൊവൈഡ് അക്കാഡമിക്സിന് കൂടെ തന്നെ സ്റ്റുഡൻസിന്റെ വെൽബീയിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ IIM ബോധ്ഗയ എന്ന് പറയുന്നത്. ആൻഡ് ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ IIM ബോധ്ഗയ ഇസ് ദി ഓൺലി IIM വിത്ത് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്പോർട്സ് സ്റ്റേഡിയം. IIM ബോധ്ഗയ ഒരു റിലേറ്റീവ്ലി ന്യൂ IIM ആയിട്ട് കൂടിയും within 5 years they have managed to excel in everything they've undertaken. അപ്പോ അക്കാഡമിക്സ് ആയിക്കോട്ടെ, പബ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, IIM ബോധ്ഗയ has been performing very well in all these indicators. ഇനി നമുക്ക് IIM ബോധ്ഗയ ഈ കൊല്ലം മുതൽ അതായത് 2021 മുതൽ ഓഫർ ചെയ്യുന്ന IPM പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. So IPM at IIM ബോധ്ഗയ, IPM എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആണ്. സോ ഇവിടെയും വി ക്യാൻ സീ ഒരു ബ്ലെൻഡ് ഓഫ് അല്ലെങ്കിൽ ദി മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് ദി IPM പ്രോഗ്രാം വിച്ച് വി ക്യാൻ ഫൈൻഡ് ത്രൂ ഔട്ട് എവറി അതർ IIMs. അപ്പോ ഇവിടെയും വി ക്യാൻ സീ ദർ ഇസ് എ ബ്ലെൻഡ് ഓഫ് യു ഹാവ് മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യൽ സയൻസസ്, സൈക്കോളജി, then financial management, IT, along with courses on physical training and mental health. So ഇവിടെ ഈ മെന്റൽ ഹെൽത്തിനും ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിനും വളരെ ഈക്വലി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് IIM ബോധ്ഗയയിൽ. അതുകൂടെ തന്നെ ഇവരുടെ ഒരു ടീച്ചിങ് പെഡഗോഗി അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ദേ എംഫസൈസ് ഓൺ പ്രാക്ടിക്കൽ ലേണിംഗ്. സോ ദേ ഹാവ് എ സീരീസ് ഓഫ് കേസ് സ്റ്റഡീസ്, ദെൻ എക്സ്പെർട്ട് സെഷൻ, ലൈവ് പ്രോജക്ട്സ്. And it is all based on the teaching pedagogies based on the Harvard case study. And അതുകൂടെ തന്നെ they also have the workshops, seminars, guest lectures. So ഇതെല്ലാം ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം നോളജിന് പുറമെ the students are enriched with information. അതായത് ഇൻഡസ്ട്രി എക്സ്പെർട്സ് are coming അല്ലെങ്കിൽ the other renowned faculty members are coming from abroad and from India. അപ്പൊ മൊത്തത്തിലൊരു റിച്ച് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു IIM ബോധ്ഗയയിൽ ഒരു IPM സ്റ്റുഡന്റിന് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹിയർ ദർ ഇസ് എ ഡിഫറൻസ്. അപ്പോ മിക്ക IIMs വി ഹാവ് സീൻ ദാറ്റ് ചിലപ്പോ ഇപ്പൊ ഇൻഡോറിന്റെ കേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ യു ഹാവ് ലൈക്ക്
All 5 years are trimesters. Appo every year you have 3 terms of 3 months each. IIM Bodh Gaya follows a different method. അതായത് first 3 years you have a semester system. അതായത് 2 semester വെച്ചിട്ട് even IIM Jammu also follows the same pattern. ആൻഡ് ഫൈനൽ 2 years, അതായത് നിങ്ങളുടെ PGP MBA പ്രോഗ്രാമിനാണ് യു ഫോളോ എ ട്രൈമെസ്റ്റർ ഓർ 3 months per year എന്നുള്ളൊരു സിസ്റ്റം. ഇനി അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ ദ സ്റ്റുഡൻസ് ഹാവ് ദി ഓപ്ഷൻ ടു അണ്ടർടേക്ക് റൂറൽ ഓർ സോഷ്യൽ ഇമോഷൻ പ്രോജക്ട് അല്ലെങ്കിൽ ഒരു റിസർച്ച് ബേസ്ഡ് പ്രോജക്ട് ഓർ സി എ ബിസിനസ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ഇതും ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ ഓൾ ദി IIMs ദാറ്റ് നിങ്ങൾ ഏത് ചില IIMs യു ഹാവ് ടു അണ്ടർടേക്ക് ഇന്റേൺഷിപ്സ് ആഫ്റ്റർ എവറി ഇയർ. അപ്പോ എപ്പോ ചെയ്യണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ലൈക്ക് ദി മാറ്റർ ഓഫ് വെൻ. പക്ഷേ ബിസിനസ് ഇന്റേൺഷിപ്പ്, സോഷ്യൽ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ റൂറൽ പ്രോജക്ട്സ് ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 IIMs IPM പ്രോഗ്രാമിലെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഈ ഒരു ക്ലാസ് റൂം ബേസ്ഡ് നോളജ് സീക്കിംഗ് അല്ലാതെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ആൻഡ് ഈ ഒരു ഇമേഴ്സീവ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. And ഇവിടെയും like every other IIM, it is a 5-year course, BBM plus MBA എന്ന രീതിയിലാണ് ഇതിന്റെ സ്പ്ലിറ്റ് വരുന്നത്. And after 3 years, you have the option to exit. ഈ IIM ബോധ് ഗയ ഉദ്ദേശിക്കുന്ന ഒരു ഫേസ് വൈസ് ഒരു പ്രോഗ്രാം സ്ട്രക്ചർ നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ IIM ബോധ് ഗയനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫിലോസഫി എന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഫ്ലോ ഓഫ് ആ ഒരു പ്രോസസ് നമുക്ക് മനസ്സിലാക്കാം. സോ ഇനീഷ്യലി അവർ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് 3 years ഇസ് ഫോർ ലേയിങ് എ ഫൗണ്ടേഷൻ. അപ്പോൾ ഹിയർ എന്താണ്, ദ ഫോക്കസ് ഇസ് ടു ബിൽഡ് എ സ്ട്രോങ് ലേണിംഗ് ഫൗണ്ടേഷൻ on the basis of facts, concepts, principles, analytical reasoning. അപ്പോൾ ഫസ്റ്റ് 3 years എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഒരു തിയറിറ്റിക്കൽ ബേസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫസ്റ്റ് 3 years. അപ്പോൾ ഹിയർ ഓൾസോ യു ഹാവ് സബ്ജക്ട്സ് taught as a part of compulsory and elective courses. And it is again our multidisciplinary nature ആയതുകൊണ്ട് you learn a bit of everything in the first 3 years. പക്ഷെ ഒരു ഫൗണ്ടേഷൻ ലെവലിലായിരിക്കും, നോട്ട് ഓൺ എ ഹയർ ലെവൽ. ഇതിനു വേണ്ടി ഇവർ ഫോളോ ചെയ്യുന്ന ഒരു ടീച്ചിങ് പെഡഗോഗി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ the method is adopted by faculty to understand the theoretical level of understanding of the students. Okay, and അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാനും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ആൻഡ് the first 3 years they make sure that the students have all their foundation and all their fundamentals and theories like strong. കോഴ്സിനെ കുറച്ചും കൂടിയും എൻഗേജിങ് ആൻഡ് ഒരു ഇന്ററാക്റ്റീവ് ആക്കാനായിട്ട് ദേ അഡോപ്റ്റ് എ സീരീസ് ഓഫ് മെത്തേഡ്സ്. അതായത് ഓഡിയോ വിഷ്വൽ ബേസ്ഡ് ടീച്ചിങ് ആയിരിക്കും ആൻഡ് കേസ് സ്റ്റഡീസ്, ദെൻ റിയൽ ലൈഫ് പ്രോബ്ലം സോൾവിങ് and business simulation content. So again our hands-on learning experience is provided to the students. And അതുപോലെ തന്നെ ടീച്ചിങ്ങിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സോഷ്യൽ ആൻഡ് ഇൻഡസ്ട്രി ഇമേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ they have to like നേരത്തെ പറഞ്ഞ പോലെ they have to undertake an internship, a business അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്റേൺഷിപ്പ്. So after the second and third year, സോ അവർക്ക് ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ഇയറിന് ശേഷം ഔട്ട്സൈഡ് ദർ ക്ലാസ് റൂം ലേണിംഗ് ദേ അണ്ടർടേക്ക് ഓൾ ദീസ് ഇന്റേൺഷിപ്സ്. സോ ഇതിലൂടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു എനേബിൾ ഇന്നോവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് അമംഗ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഹിയർ ഇവരുടെ ഈ ഒരു സോഷ്യൽ ഇമോഷൻ പ്രോജക്ട് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിലൂടെ ദേ ആർ ഫേസിങ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആൻഡ് അതിന് ദേ ആർ finding out real life problem solving skills. അപ്പോൾ അവരുടെ ഒരു അക്വയർ ചെയ്യുന്ന നോളജ് അതൊരു പ്രാക്ടിക്കൽ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒരു സോഷ്യൽ ഇമോഷൻ പ്രോജക്റ്റിലൂടെ അവർക്ക് ലഭിക്കുന്നത്. ആൻഡ് ഇവർക്ക് ആ ഒരു പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും കൂടി ഡെവലപ്പ് ചെയ്യാൻ ഈ സോഷ്യൽ ഇൻഡസ്ട്രി ഇമേർഷൻ അല്ലെങ്കിൽ ഇമേഴ്സീവ് ലേണിംഗ് എക്സ്പീരിയൻസ് അവരെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി ഇവരുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഇസ് ടു ക്രിയേറ്റ് future leaders who has the experience as well as our theoretical base. So our final end goal in the varayunnathu is to create future leaders, to build socially responsible managers with high emotional quotient. Appo ivare oru strong theoretical allengil oru fundamentals allengil foundation ulla oru manager plus oru hands on and real life skills അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് കൂടി കിട്ടിയ ഒരു മാനേജേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ IIM ബോധ് ഗയന്റെ ഒരു ജനറൽ
ഈ ഒരു IPM പ്രോഗ്രാമിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഫേസ് വൈസ് ഡെവലപ്മെന്റ് ഓഫ് എൻ IPM സ്റ്റുഡന്റ്. ഇനി നമുക്ക് ഫസ്റ്റ് 3 ഇയേഴ്സിൽ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ദിസ് ഇസ് ഓൾസോ പ്രിറ്റി മച്ച് സിമിലർ ടു ദി അതർ IIMs വി ഹാവ് ഡിസ്കസ്ഡ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് 2 സെമസ്റ്റേഴ്സ് പെർ ഇയർ. അപ്പൊ ടോട്ടൽ ഓഫ് 6 സെമസ്റ്റേഴ്സ്. ഇപ്പൊ വി കെൻ സീ ദാറ്റ് സെമസ്റ്റർ 1 യു ഹാവ് introduction to accounting. അതിന്റെ തൊട്ട് താഴെ തന്നെ the next thing you are covering is emotional intelligence and mindfulness. Then you have your language, then economics, mathematics. Then you have social sciences subjects like Indian history. Then even compulsory course ആയിട്ട് ഇവർ physical training sports കൂടി ഇവർ provide ചെയ്യുന്നുണ്ട്. And semester 2 again you have language, business, then Indian heritage and culture, world history, business statistics. Again, a compulsory course in the physical training. Then you also have theater workshop. And I think you get the idea. So you have a mix of everything. So even third semester, we have even Indian geography and along with sociology. And last 3 semesters, I think it's or business or management oriented. In order to equip you for the final 2 years, or the final 2 MBA, PGP ലെവലിലോട്ട് എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള കോഴ്സസ് ആണ് ഈ ലാസ്റ്റ് 3 സെമസ്റ്റേഴ്സിൽ വരുന്നത്. ഹിയർ ഓൾസോ യു ഹാവ് എ ഫോറിൻ ലാംഗ്വേജ് ആൻഡ് ദെൻ യു ഹാവ് ഇൻ ഇന്റർനാഷണൽ എക്കണോമിക്സ് ആൻഡ് ലേബർ ലോസ്, പബ്ലിക് പോളിസി, ഗവർണൻസ്. ആൻഡ് ഫൈനൽ സെമസ്റ്റർ യു ഹാവ് എ ടോട്ടൽ ഓഫ് 5 electives. അത് നിങ്ങൾക്ക് ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ആൻഡ് electives നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് യു ഈവൻ ഹാവ് ഇൻട്രസ്റ്റിംഗ് പേപ്പേഴ്സ് ലൈക്ക് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ ഇത് യു കൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി സ്റ്റുഡന്റ് ആണ് ഇവിടെ ഈ ഒരു ഇനീഷ്യൽ ഒരു 3 ഇയേഴ്സിൽ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സസ്. ഇനി ആഫ്റ്റർ യുവർ 3 ഇയേഴ്സ് യു ക്യാൻ ചൂസ് യുവർ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ യുവർ ഫൈനൽ 2 ഇയേഴ്സ്. അപ്പോൾ അതിന് ഉള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. ഈ ഒരു ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സസ് തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു ഫൈനൽ സെമസ്റ്ററിൽ electives ആയിട്ടും വരുന്നത്. So you have the main areas such as marketing, finance, operations, then you have analytics, IT and decision sciences, then you have human resources, and you also have strategy, public policy and general management. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം IIM ബോധ്ഗയന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇവരുടെ ഇത്തവണത്തെ IPM ബ്രോഷറിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. സോ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഗെറ്റ് എ ക്ലിയറർ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ ഐ എം ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് യു to the basic IPM program. മൊത്തത്തിൽ എന്താണ് ഈ IPM program, എന്തൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്, IIM ബോധ്ഗയയിൽ കവർ ചെയ്യുന്ന കോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇതിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. So these are some of the areas of specialization which is available to you. ഇത് നിങ്ങൾ 3 ഇയേഴ്സിന് ശേഷം you can choose where to focus. ഇനി IIM ബോധ്ഗയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ it has international collaboration with almost 15 institutes all across the globe. Appo here you can undertake a student exchange program and you can spend a term or spend a year in any of these partner institutions. Appo ivade thanne we can see that majority of institutions are from Europe. You have Montpellier Business School in France, and then you have University of Cyprus, and even you have a institute from Russia. Then you have Alba Graduation Business School from Greece. Then you have University of Florence, Italy. ഇതെല്ലാം കൂടാതെ യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൂടാതെ you have Monterrey University from Mexico. Then you have institutes from Peru, Venezuela, and you even have institutes from South Korea and universities from Taiwan. IIM ബോധ്ഗയ ഈ ഒരു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ ഒരു the student gets exposed to the global economy and they get to understand our cultural sensitivity. They get to understand their like existing skills and how they can enhance in a global scenario. So in international student exchange പ്രോഗ്രാമിലൂടെ IIM ബോധ്ഗയയിൽ വരുന്ന ഈ ഫോറിൻ സ്റ്റുഡൻസ് ആയിട്ട് existing students, അതായത് ബോധ്ഗയയിലുള്ള existing students in our interaction, it leads to understand the level of global management education, and even future managers, it will teach them the power of foreign collaboration and how they can coexist and complement each other in future scenarios. So IIM Bodh Gaya offers a very enriching experience for their students in the form of this international
സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്. ഇനി നമുക്ക് IIM ബോധ്ഗയന്റെ IPM പ്രോഗ്രാമിന്റെ കോഴ്സ് ഫീസ് ഒന്ന് മനസ്സിലാക്കാം. So here we can see that the first 3 years എന്ന് പറയുന്നത് it will be around 4.5 lakhs per annum. And last 2 years എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ PGP പ്രോഗ്രാം MBA പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ it will be a bit higher than the initial 3 years. So here it comes up to 7.5 lakh per annum. And ഇത് ഫൈനൽ ഫീസ് അല്ല, you have other particulars to add. അപ്പോൾ ഇത് ഒരു ഫൈനൽ ഫീസ് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ it will only come like after the admission process is completed. അപ്പോഴാണ് മൊത്തത്തിൽ ടോട്ടൽ എത്ര ഫീസ് ആവും എന്നുള്ളൊരു കറക്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോ ഫോർ ദ ടൈം ബീങ് ഇവരുടെ ബ്രോഷറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഫീ, ഒരു ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് 3 yearsൽ ഇറ്റ് ഇസ് 4.5 lakh per annum and last 2 years PGP you have to pay 7.5 lakh per annum. സോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ കോഴ്സ് ഫീസ് IIM പ്രോഗ്രാംസിൽ കുറച്ച് ഒരു ഹയർ സൈഡിലാണ് കമ്പയർഡ് ടു അതർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ IIM-ൽ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു MBA എന്ന് പറയുന്നത് തന്നെ ഇറ്റ് സെൽഫ് ഹാസ് ഹോൾസം വാല്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു ഫീസ് എന്നുള്ളൊരു കാര്യത്തില് ഒരു കാര്യം കൊണ്ടും നമ്മൾ ഇത് ഒരിക്കലും ജോയിൻ ചെയ്യാതിരിക്കരുത്. യു ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ടു ഫിനാൻസ് യുവർ കോഴ്സ്. യു ഹാവ് വേരിയസ് സ്കോളർഷിപ്സ് അവൈലബിൾ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്ന സ്കോളർഷിപ്സ് ഉണ്ട്, ആൻഡ് യു ഈസിലി ഗെറ്റ് ടു അവെയിൽ സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺസ്. ആൻഡ് ഈ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ യു ഹാവ് ബാങ്ക്സ് വെയിറ്റിംഗ് ഫോർ യു ടു ഗിവ് എഡ്യൂക്കേഷൻ ലോൺസ് വിത്ത് ലെസ് ഇൻട്രസ്റ്റ് ആൻഡ് ഈവൻ സീറോ ഇൻട്രസ്റ്റ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഫീസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളൊരു ഒബ്സ്റ്റക്കിൾ ആവരുത് ഈ ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് IIM ബോധ്ഗയന്റെ ഒരു ഫൈനൽ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കാം. അപ്പോ ഇവിടെയും ഇത് IPM-ന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, അവരുടെ കറന്റ് MBA പ്രോഗ്രാമിന്റെ ഒരു പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ IPM-ന്റെ ലാസ്റ്റ് 2 years എന്ന് പറയുന്നത് നിങ്ങൾ ഈ MBA സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയാണ്, ഈ CAT എഴുതിയ ഒരു IIM-ൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡന്റിന്റെ കൂടെ തന്നെയായിരിക്കും ഈ IPM-ന്റെ ഒരു ഫൈനൽ 2 yearsൽ എത്തുന്ന ഒരു സ്റ്റുഡന്റും പഠിക്കുന്നത്. അതുകൊണ്ട് ദി പ്ലേസ്മെന്റ് വുഡ് റിമെയിൻ ദ സെയിം സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോ ഇത് അവരുടെ കറന്റ് MBA പ്രോഗ്രാമിന്റെ ഒരു ഫൈനൽ ഒരു പ്ലേസ്മെന്റ് റിപ്പോർട്ടാണ് ഇതില്. ഹിയർ വി കൻ ഫൈൻഡ് ദാറ്റ് ഒരു ഹൈയസ്റ്റ് CTC എന്ന് പറയുന്നത് വന്നിട്ടുള്ളത് ഇറ്റ്സ് 17.3 lakh per annum ആണ്. സോ ദാറ്റ് ഇസ് ലൈക്ക് അറൌണ്ട് 1.5 lakh per month. ആൻഡ് ഇപ്പൊ ഹയസ്റ്റ് CTC അല്ലെങ്കിലും ഒരു ആവറേജ് CTC എന്ന് പറയുന്നത് ഇറ്റ്സ് ക്ലോസ് ടു 10 lakhs per annum. അതായത് ഒരു മന്ത്ലി ഒരു ക്ലോസ് ടു 1 lakh per month. സോ ഇതാണ് അവരുടെ ഒരു MBA പ്രോഗ്രാമിന്റെ ഒരു ഫൈനൽ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. കമ്പാരിറ്റീവ്ലി ഒരു ന്യൂവർ IIM ആയതുകൊണ്ട് തന്നെയാണ് ഇതിൽ അധികം ഇൻഫർമേഷൻ ആൻഡ് അധികം റിസൾട്ട് വരാനുള്ള ടൈം ആയിട്ടില്ല. എന്നിട്ട് കൂടി വിത്തിൻ ദിസ് 5 years അവരുടെ ഒരു ഹയസ്റ്റ് CTC പാക്കേജ് ആൻഡ് ദേ ആർ ഏബിൾ ടു അറ്റൈൻ 100% പ്ലേസ്മെന്റ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ IIM ബോധ്ഗയ ഇസ് പെർഫോമിംഗ് വെരി ബെറ്റർ കൺസിഡറിംഗ് ദാറ്റ് ഇറ്റ് ഇസ് എ വെരി ന്യൂ IIM. ഇനി ഇവിടെ ഈ ഫൈനൽ പ്ലേസ്മെന്റ് ഒരു റിക്രൂട്ടേഴ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെയും അഗൈൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇറ്റ് ഇസ് മോർ ഓർ ലെസ് വെരി സിമിലർ ടു ദി അതർ IIMs. അപ്പൊ ഇവിടെ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഒരു റിക്കറന്റ് റിക്രൂട്ടേഴ്സ് ആണ്. ഇതിനു മുമ്പും IIM ബോധ്ഗയയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കൊല്ലവും റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് പ്രോമിനന്റ് കമ്പനീസ് ആണ്. അപ്പൊ ഇവിടെ യു ഹാവ് ലൈക്ക് so many big shots, like you have KPMG, and then you have Kotak, Gartner, then Chrysler, Crompton, Byju's, then you have Mu Sigma and Tech Mahindra. So this is some of the many companies which is recruiting. This is just one page iniyum undu recruiters inde kudal information. പക്ഷെ ഇവരാണ് IIM ബോധ്ഗയയിൽ റിക്കറന്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസ്. അപ്പോൾ you can get hold of the final placement report and go through it and understand like എത്രത്തോളം പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് എന്നുള്ളത് you will get a clearer idea. അത് IPM-ന്റെ പർട്ടിക്കുലർ ഇൻഫർമേഷൻ അല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് MBA-ന്റെ മാത്രം ഇതിലിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് IIM ബോധ്ഗയന്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഒരു IIM ബോധ്ഗയ ആൻഡ് IIM ജമ്മു വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ പ്രോസസ് ആണ് കമ്പയർ ടു ദി ഓൾഡർ IIMs വിച്ച് ഇസ് പ്രൊവൈഡിങ് IPM.
അപ്പോൾ ഇവിടെ വി കൻ സീ ദാറ്റ് ആദ്യം തന്നെ ഇവർ എടുക്കുന്നത് ജിപ്മാറ്റ് സ്കോർ ആണ്. ജിപ്മാറ്റ് സ്കോർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആൻഡ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് കണ്ടക്ടഡ് ബൈ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ ഈ കൊല്ലം 2021 മുതലാണ് ഈ എക്സാം ആദ്യമായിട്ട് നടക്കുന്നത്. ജിപ്മാറ്റിന്റെ എക്സാം നടക്കുന്നത് ഇപ്പോൾ August 10th അറൌണ്ട് ആണ് ഇപ്പൊ ജിപ്മാറ്റിന്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ അതിന്റെ സ്കോർ ആണ് മെയിൻ ആയിട്ട്, അതിന്റെ സ്കോറിന്റെ വെയിറ്റേജ് ആണ് മെയിൻ ആയിട്ട് ഈ അഡ്മിഷൻ പ്രോസസ്സിൽ വരുന്നത്. അതുകൂടാതെ 12th-ന്റെയും 10th-ന്റെയും മാർക്സിന് ഈ ഒരു ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഒരു ഫൈനൽ പെർസെന്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്കോർ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ യു ഡോണ്ട് ഹാവ് എൻ ഇന്റർവ്യൂ, യു ഡോണ്ട് ഹാവ് അനദർ റിട്ടൺ എബിലിറ്റി ടെസ്റ്റ് ആൻഡ് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് യുവർ ജിപ്മാറ്റ് സ്കോർ ആൻഡ് യുവർ 12th and 10th മാർക്സ്. അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നുള്ളൂ, ബിക്കോസ് വിൽ ബി ഹാവിംഗ് മോർ വീഡിയോസ് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പൊ കോഴ്സസ് ആണെങ്കിലും അവരുടെ ടീച്ചിങ് മെത്തേഡ് എല്ലാം ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഓൾ അവൈലബിൾ ഇൻ ദി IIM ബോധ്ഗയ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ ബ്രോഷർ അവൈലബിൾ ആണ് IPM-ന്റെ. വിൽ ലീവ് ദ ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ യു കെൻ ഗോ ത്രൂ ദി പ്ലേസ്മെന്റ് റിപ്പോർട്ട് ആസ് വെൽ. അപ്പോ ദിസ് ഇസ് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരാൻ ടു മേക്ക് യു അവെയർ ഓഫ് വാട്ട് ദി IPM പ്രോഗ്രാം ഇസ്, അതിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്, ആൻഡ് അതിന്റെ അഡ്മിഷൻ പ്രോസസ് എന്താണ്, അതിന്റെ കോഴ്സസ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഒരു ബേസിക് ഐഡിയ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു IPM at IIM എന്ന സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ വീണ്ടും ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. You will get a much clearer idea about the exam process, admission process and other relevant information. School to IIM, IPMAT, JIPMAT ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാം +1, +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Download the School to IIM app now. For more details, you can contact us using the links below.